അസ്സലാമു അലൈക്കും മുത്തുമണീസ്. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ? സ്കൂളൊക്കെ തുറന്ന് രാവിലെ ഇച്ചിരി തിരക്കിയിരിക്കൂലേ നമുക്ക്. ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിയനൊക്കെ മദ്രസയിൽ പറഞ്ഞയച്ചിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ വന്നങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ ഫസ്റ്റ് തന്നെ ഒരു നമുക്ക് കിച്ചണിൽ കയറാനൊരു മടി ഉണ്ടാവും കാരല്ലേ. ഫസ്റ്റ് തന്നെ ഒരു ലാഗ് അടിച്ച പോലെയാണ് എനിക്ക്. പിന്നെ അങ്ങോട്ട് ക്ലിക്കായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പണികൾ തുടത്തും അല്ലേ. ഞാൻ ഫസ്റ്റ് തന്നെ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് അതിങ്ങനെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എന്നും ബാവ വേറൊരു പാക്കറ്റാണ് പുട്ടിൻ്റെ പാക്കറ്റാണ് കൊണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ പുതിയതാണ്. പേരെന്താണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയില്ല കേട്ടോ. കവറ് പൊട്ടിച്ച് അതിലേക്ക് ആക്കുകയാണ്. വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പൊടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കതൊന്ന് മിക്സാക്കി എടുക്കുക. പൊടിയൊന്ന് നന്നായിട്ട് മിക്സാക്കാം. ഇതിന് എത്ര വെള്ളമൊന്നും അതിൻ്റെ കണക്ക് അങ്ങനെയൊന്നുമില്ല. അതങ്ങോട്ട് ആ പൊടിയൊന്ന് പുട്ടിനില്ല പാകത്തിനാവണ വരെ ഇല്ല വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇച്ചിരിയും കൂടി വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതങ്ങനെ പാർന്ന് റെഡിയാക്കുകയാണ്. അപ്പം അത് ഏകദേശം പൊടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് കറിയൊക്കെ എന്താണ് വെക്കേണ്ടത് നോക്കാം. ഇന്ന് ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി, വലിയ ഉള്ളി. ഇന്ന് ഈസി ആയിട്ടാണ് കേട്ടോ വെക്കണത്. സ്കൂളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ മടി പിടിച്ചെന്നാൽ ശരിയാവില്ല, കുറച്ച് സ്പീഡാക്കണം. അപ്പോൾ അതിലേക്ക് പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക്. അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ കറി സെറ്റാക്കാം. പിന്നെ അതിന് ശേഷം ആവശ്യമുള്ള പൊടികളാണ് ഇടുന്നത്. ഇച്ചിരി മഞ്ഞപ്പൊടി, അതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള പൊടികളൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ മുളക് പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം മുളക് ഇട്ട് കൊടുത്തുക്കണു. പിന്നെ സിയമോൾക്ക് കഴിക്കാനും പറ്റില്ല, എരി കൂടുതലായോള് കഴിക്കൂല. അപ്പം അതിനനുസരിച്ചിട്ടില്ല മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ഗരം മസാലയാണ്. അത് വളരെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കൂടുതലായിട്ടുള്ള ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി പാർന്ന് കൊടുത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ ഏകദേശം ഇതായി. ഇനി അതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പാടെ ഇട്ട് കൊടുത്താൽ മതിയാവും. കുക്കറൊക്കെ അടച്ചു കൊടുത്ത് ഞാനതങ്ങനെ ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് നമ്മളെ പുട്ട് ചെറിയ ആ ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പുട്ടുപൊടിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അതങ്ങനെ അത് അവിടെ കിടന്നാവട്ടെ. നമ്മളെ കറി അവിടെ കിടന്ന് കൂക്കുന്നുണ്ട്. 2-3 വിസിലൊക്കെ ആയി കഴിഞ്ഞാൽ കറി സെറ്റായിട്ടുണ്ടാവും. കിട്ടുന്നില്ലത് ഓരോന്ന് അതുപോലെ ഞാനിങ്ങനെ എടുത്ത് കാസറോളിലാക്കുന്നുണ്ട്. കറി ഏകദേശം റെഡിയായി. ഇനി അതിലേക്കുള്ള അരപ്പും കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കേണ്ടത്. ഞാൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ കടല ഉടഞ്ഞു പോയിട്ടില്ലേനും ഓരോന്നായിട്ട് ചെറുതായതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് ടൈം എടുക്കും ആ പുട്ടൊക്കെ ആയി വരാൻ. അപ്പം ഇതിനുള്ള അരപ്പ് തേങ്ങയിലേക്ക് ഞാൻ ഇച്ചിരി ചെറിയ ഉള്ളിയും പിന്നെ അതേപോലെ വലിയ ജീരകം ഇട്ടുകൊണ്ട് അങ്ങനെ അരച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക്.
കറിക്ക് ഒരു യെല്ലോ കളർ കുറവായിട്ട് ഒക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ നമുക്കിനി അത് വറവിടുമ്പോഴൊക്കെ സെറ്റാക്കാം. ഞാൻ തേങ്ങയ്ക്കൊന്ന് തിളച്ചതായി വരുമ്പോഴത്തേക്ക് ആ കളറ് വരികയും ചെയ്യും. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിക്കുള്ള വറവാണ് ഇട്ട് കൊടുത്തിങ്ങനെ. ഇച്ചിരി കുഞ്ഞുള്ളിയും പിന്നെ അതുപോലെ നമ്മളെ വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടുകൊണ്ട് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറി ഇവിടെ റെഡിയായി. ആ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിരുന്നു ആ വറവിൽ. അപ്പോൾ ആ ഒരു യെല്ലോ കളറും വന്നല്ലോ. അടുത്തതായിട്ട് പിന്നെ ഞാൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് ബാവാക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ചട്നി ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ്. അതിന് ശേഷം ഏകദേശം എല്ലാ പുട്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സിയമോളാണെന്നുണ്ടെങ്കിൽ മദ്രസൊക്കെ വിട്ട് വന്നതിന് ശേഷം പിന്നെ ഓള് മീനുകൾക്കൊക്കെ തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ മീനുകളെയും നോക്കുന്നുണ്ട്. കുഞ്ഞു മീനുകളെയും വലിയ മീനുകളെയൊക്കെ നോക്കുന്നുണ്ട്. അതിന് ശേഷം വന്നിട്ടാണ് ചായ കുടിക്കുന്നത്. പോലെ ഭാവി ഓളുമ്പാടെ കൂടിയിട്ടാണ് ചായ കുടിക്കുന്നത്. അവൾക്ക് ഇത്ര വലിയ പുട്ട് വേണ്ടാന്ന് പറയുന്നുണ്ട്, കുറേ വേണമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ യാസീനെ കാണുന്നില്ലല്ലോ. യാസീനാണെങ്കിൽ പനിയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ്. ഇവർ രണ്ടാളുമാണ് ഫുള്ള് കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഷേപ്പ് കണ്ടിട്ട്, പുട്ടിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടിട്ട് അവൾക്കത് പൊട്ടിക്കണമെന്നില്ല. അത് എന്നാൽ അവൾ കഴിക്കുമെന്നില്ല ഒക്കെ ഒരു ഇതിലാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ഓല് സ്കൂൾക്ക് പോകും. ബാവയാണെങ്കിൽ അവളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.